നമസ്തേ. നമസ്തേ. നീറ്റ് 2025 മെയ് 4 തീയതി 2 മുതൽ 5 വരെ, കൃത്യമായി പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ, ഏതാണ്ട് 17 അല്ലേ, അത്രയും ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. എത്രത്തോളം നമ്മൾ സ്വപ്നം കണ്ടു, നമ്മുടെ രക്ഷിതാക്കളൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ അവസാന നിമിഷത്തെ ഒരു പ്ലാൻ എന്തായിരിക്കണം? നമുക്ക് അറിയാം, പല പല കൺസേൺസ് നമുക്കിപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. പരീക്ഷ എഴുതുമ്പോഴും ഓക്കെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു NCERT-യിൽ വന്ന മാറ്റങ്ങൾ, അതുതന്നെ നമുക്ക് ആദ്യം തന്നെ ടീച്ചറോട് ചോദിക്കാം. ഈ NCERT-യിൽ വന്ന മാറ്റം, അതായത് NCERT ബയോളജി ടെസ്റ്റിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ NCERT കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ വിദ്യാർത്ഥികൾ എത്രത്തോളം അതിൽ ശ്രദ്ധ കൊടുക്കണം, അതിൽ എന്തെങ്കിലും ഒരു സാങ്കേതികത്വമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സാർ, ടെക്നിക്കലി അതിൽ ടെൻഷൻ അടിക്കേണ്ടയോ വറീഡ് ആവേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം 2023 2024 വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളോടെയാണ് NCERT വന്നത്. അപ്പോൾ 2023-ലുള്ള ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി എല്ലാവരും 2024-ൽ ഉള്ള ടെക്സ്റ്റ് വായിക്കണം എന്ന് ആ വർഷം തന്നെ, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന വർഷം തന്നെ എല്ലാവരും നിങ്ങളോട് പറയുകയും നിങ്ങളത് വായിക്കുകയും അതനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ബ്രില്യന്റ് പ്രത്യേകിച്ച് നമ്മൾ 2024 ടെക്സ്റ്റ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. 2025-ല് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് 2026-ല് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ കൺസേൺ ആണ്. അടുത്ത അധ്യയന വർഷത്തേക്കാണ് അവരാണ് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് മാറിയെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു ആശയത്തിന് വ്യത്യാസം വന്നു എന്ന് വിചാരിച്ചോ, ഒരു കാരണവശാലും നമ്മൾ പാനിക് ആകേണ്ടയോ ടെൻഷൻ അടിക്കേണ്ടയോ. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? പല കുട്ടികളും വന്ന് ചോദിക്കുന്നത് എന്തൊക്കെ മാറ്റാണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തവർ, അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് കാണാത്തവർ, എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രണ്ട് കാര്യമുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതും അത് ഈ വർഷം ബാധകമല്ല എന്നുള്ളതും. അപ്പോൾ വലുതായിട്ടൊന്നും വലിയ ഒരു മാറ്റം അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി എന്തൊക്കെ മാറ്റം ഉണ്ടായാൽ തന്നെയും 2026-ല് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത്. നമ്മൾ 2025-ന്റെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത്. പിന്നെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പോലും, നമ്മളിപ്പോൾ സുവോളജിയിൽ തന്നെ നമ്മൾ ഒരു പിക്ചറിന്റെ താഴെ സെക്കൻഡറി ഊസൈറ്റ് എന്നാണ് പുതിയതായിട്ട് മാറ്റി വന്നിരിക്കുന്നത്. ഓവം എന്നായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പഠിപ്പിക്കുമ്പോഴെല്ലാം നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞ് ഇത് സെക്കൻഡറി ഊസൈറ്റ് ആണ്, പിന്നെ ഒരു ഡിവിഷൻ കഴിഞ്ഞാലേ ഓവം ആകുള്ളൂ, അത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും ആ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒന്ന് കയറി വന്നാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഹ്യൂജ് ആയിട്ട് മാറ്റങ്ങളോ പുതിയ ചാപ്റ്റേഴ്സോ കണ്ടന്റുകളോ ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചില തെറ്റുകൾ NCERT-യിൽ ഉണ്ടായിരുന്നു. ആ തെറ്റുകളെ കറക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകൾ നമ്മൾ അങ്ങനെ അല്ല പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ക്ലാസ്സിലൊക്കെ എടുക്കുന്ന അധ്യാപകർ അതിനെല്ലാം ഇന്നതാണ് NCERT കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇങ്ങനെ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൃത്യമായി അറിയിച്ചിട്ടാണ് ഓരോ ചാപ്റ്ററും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഒരു തരത്തിലുള്ള കൺസേൺസിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓക്കെ ആണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് മാറിയെന്നോ കണ്ടന്റ് മാറിയെന്നോ, ഇനി പുതിയ ടെക്സ്റ്റ് എവിടെ കിട്ടും എന്ന് പറഞ്ഞ് പുതിയ ടെക്സ്റ്റിന് വേണ്ടി കിടന്ന് ഓടുകയോ, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എൻ്റെ ഫ്രണ്ടിന് കിട്ടി എന്ന് വിചാരിച്ച് അതിൽ വെപ്രാളപ്പെടുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അതൊന്ന് റീകളക്ട് ചെയ്ത് ഓർത്ത് വെച്ച് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ പല പല കൺസേൺസിന് പുറകെ പോകേണ്ട നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഒരു 5 മോഡലുകൾ എടുത്ത് നോക്കിയാൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സൺഡേ വരെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യനാണ് നമ്മളിട്ടത്. ലാസ്റ്റ് ട്യൂസ്ഡേ നമ്മളിട്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടു. ഇന്ന് നമ്മൾ പരീക്ഷ ഇട്ടപ്പം ലെങ്തി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടു. അപ്പോൾ പല രീതിയിലാണ് നമ്മളുടെ അവസാനത്തെ മോഡലിൻ്റെ ഒരു 5 ദിവസത്തെ ഒരു 5 മോഡൽ എടുത്ത് നോക്കുകയാൽ എന്താണ് ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള പരീക്ഷയിലൂടെ അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഏത് രീതിയിലാണത്? ഇപ്പോൾ അവർ തന്നെ ചിന്തിച്ചു തുടങ്ങിയല്ലോ, നമ്മൾ ആദ്യത്തെ, അതായത് വന്ന സമയത്ത് അവരെഴുതിയ ആദ്യത്തെ വീക്ക്ലി എക്സാം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ആണ് എഴുതിയത്. ആ ചാപ്റ്റർ എഴുതിയപ്പോൾ അതിന്റെ പെരിഫറിയിലൂടെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം എഴുതിയാണ് അവർ ആ വീക്ക് കടന്നുപോയത്. അടുത്ത പ്രാവശ്യം എഴുതിയപ്പോൾ ആ പെരിഫറി എന്ന് പറയുന്ന ലെവല് കുറച്ചുകൂടെ ഒരു ഇൻഡെപ്തിലേക്ക് പോയി കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങി. ഇനി മോഡൽ എക്സാം വന്നപ്പോഴും നമ്മൾ ഇതേ പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. കാരണം സിംഗിൾ യൂണിറ്റുകൾ എഴുതിപ്പോയപ്പോൾ ആ സിംഗിൾ യൂണിറ്റുകളിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യനുകളെല്ലാം, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമോ, ഒരു സാധാരണ ആവറേജ് ലെവലിനും താഴെ നിൽക്കുന്ന ഒരു കുട്ടി വായിച്ചാൽ കിട്ടത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് ആദ്യത്തെ റൗണ്ട് നമ്മൾ എഴുതിപ്പോയത്. രണ്ടാമത്തെ റൗണ്ട്
ആയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടി, ഒരു ആവറേജ് കീപ്പ് ചെയ്യുന്ന കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് രണ്ടാമത്തെ ലെവൽ കടന്നുപോയത്. മൂന്നാമത്തെ ലെവലായപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ നമ്മൾ വായിച്ചാൽ കിട്ടുന്ന കണ്ടന്റുകളെല്ലാം തന്നെ ഓക്കെ ആണ്. പിന്നെ ഇനി മൂന്നാമത്തെ ലെവൽ വരുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നിടത്ത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 720 സ്വപ്നം കാണുന്ന കുട്ടികൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണത്. അവരാണ് ഇൻഡെപ്തിൽ ഇന്റർ റിലേറ്റ് ചെയ്ത് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ഇന്റർ കണക്ട് ചെയ്ത് നമ്മൾ നോർമലി ഒരു സെന്റൻസ് വായിക്കുമ്പോൾ പെരിഫറിയിൽ എന്താണോ കിട്ടുന്നത് അതിനപ്പുറം അതിന്റെ പുറകിൽ എന്തിരിക്കുന്നു എന്ന് കുറച്ചുകൂടെ ഒന്ന് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഡിഫിക്കൽട്ടി ലെവലിൽ വരുന്നത്. ആ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് അതിപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും അത്യാവശ്യം ആ കോൺസെപ്റ്റിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാനുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നെ അത് ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറേ എഴുതുന്നതെല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു എങ്കിൽ പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ കണ്ടന്റിൽ നിന്നും ഇങ്ങനെയും ചോദിക്കാം എന്ന് ഒരു കുഞ്ഞിന് മനസ്സിലാകണം. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നു എന്ന് പറയുന്നിടത്ത് ഡെഫിനറ്റ് ആയിട്ടും ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ലെവൽ അല്ല കൂടുന്നത്, നിങ്ങളുടെ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ അത് കൂട്ടാനുള്ള ഒരു ശ്രമം. അങ്ങനെ കൂടി എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഒരു പരീക്ഷ എഴുതിയതുപോലെ മാത്രമേ ഉള്ളൂ നമ്മുടെ നീറ്റ് പരീക്ഷ എന്ന് പല കുട്ടികളും ശ്രീനന്ദ് ശർമ്മ പോലും പറഞ്ഞു. അപ്പൊ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയത് ആ ഒരു അപ്രോച്ച് തന്നെയാണ്. നിങ്ങളും അതിനെ ഒരിക്കലും ഞങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്, ഞങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോകുന്നു, ആദ്യമൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതാണ്, ആദ്യം ഞാൻ എഴുതിയത് ഒറ്റയടിക്ക് ഏതൊരു കുട്ടിക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് എൻ്റെ ലോജിക്കൽ സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ, ഇന്റർപ്രിട്ടേഷണൽ സ്കിൽ ഇതെല്ലാം എന്റേതാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും നിങ്ങൾക്കൊരു കുറവ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റുന്നതും നിങ്ങൾ നെഗറ്റീവ് അടിക്കുകയോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറയുന്നത്. അതും കൂടി ഓക്കെ ആക്കിയാൽ പിന്നെ ഒരു ലൂപ്പ് ഹോളും ഇല്ല. അവിടുന്ന് ഇന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരുമോ അസേർഷൻ വരുമോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് തരത്തിലൊരു ക്വസ്റ്റ്യൻ ആ കണ്ടന്റിൽ നിന്ന് വന്നാലും നിങ്ങളത് എഴുതും. അത് എഴുതാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് റൗണ്ട് ഓഫ് എക്സാംസ് എന്ന് പറയുന്നത്. കുറച്ച് എല്ലാവരും പറയുന്നുണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവലിൽ കയറി പോകുന്നു എന്ന് പറയുന്നത്. അത് ശരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഡിഫിക്കൽട്ടി തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കണ്ടതിനപ്പുറം ആ സെന്റൻസ് എന്തോ ഉണ്ടായിരുന്നു, അത് വേറെ ഏതോ ചാപ്റ്ററിലാണ് കണക്ട് ചെയ്ത് കിടന്നത്. ഒരു പക്ഷെ ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ടായിരിക്കില്ല കണക്ട് ചെയ്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾ പഠിക്കാനും അതിനെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുമാണ് മോഡൽ എക്സാമിന്റെ ആ ഒരു ലെവൽ മാറി വരുന്നത്. നമുക്കറിയാം നീറ്റ് 2025 ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെ ആയിരിക്കും. അറൗണ്ട് 150 ക്വസ്റ്റ്യൻസും വളരെ കൺസെപ്റ്റ് ബേസ്ഡ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതായിരിക്കും. 150 ചോദ്യങ്ങളും വരുന്നത്. അറൗണ്ട് ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ലെവലോ അസേർഷൻ റീസണോ മാച്ച് ദ ഫോളോയിങ്ങോ ഡിഫിക്കൽട്ടി ലെവലോ ഒക്കെ വന്ന് നിങ്ങളുടെ ടൈമിനെയും നിങ്ങളുടെ ബുദ്ധിയും ഒക്കെ നിങ്ങൾ പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ലെവൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ആയിരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോക്കൂ, അതിനകത്ത് ഡയറക്റ്റ് കൺസെപ്റ്റ് ബേസ്ഡ് എത്രത്തോളം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് എഴുതാനുള്ള നിങ്ങളുടെ ടാലന്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ? കാരണം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്, അയ്യോ സ്റ്റേറ്റ്മെന്റുകളാണ്, ഇത് വായിക്കാൻ സമയം എടുക്കും, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. പക്ഷെ അതൊന്ന് ഇരുത്തി വായിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ പലരും ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ എടാ ഇതെന്താ പ്രശ്നം, ഇത് ഇങ്ങനെ അല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ അതെ ശരിയാണല്ലോ മിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ വായിച്ചെടുത്തതിലുള്ള ഒരു ചെറിയ മിസ്സിങ് അത് ഒഴിവാക്കാനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലൂടെ തന്നെ നിങ്ങൾ കടന്നു പോകണം. കാരണം എപ്പോഴും നമുക്ക് അറിയാമെന്നുള്ള നമ്മൾ നേരിട്ട് ഒബ്ജക്റ്റീവായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ചൊന്ന് മാറി ഒരു അസേർഷൻ റീസണോ സ്റ്റേറ്റ്മെന്റോ ഒക്കെ വന്നാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് വരും. നേരെ മറിച്ച് നമ്മൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനുകളിലൂടെയോ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പല ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ കൊണ്ട് തിരിച്ചു വന്ന് മിസ് ചെയ്തെന്താ ഡൗട്ട് എന്ന് പറഞ്ഞ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അയ്യോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അയ്യോ ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം എന്നതിലേക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും അപ്പോൾ കൃത്യമായിട്ടും ഒരു അനലൈസ് ചെയ്യുമ്പം നമുക്ക് പറ്റുന്ന അറൗണ്ട് 150+ ക്വസ്റ്റ്യൻസ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും. നീറ്റ് 2025 മെയ് 4 ഉണ്ടാകും. അത് നെഗറ്റീവ് ഇല്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും മിച്ചമുള്ള 30 ക്വസ്റ്റ്യനാണ്
നമ്മുടെ റാങ്കിങ് തീരുമാനിക്കുന്നത്. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് സെഷൻ തന്നെയാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് റാങ്ക്, മാർക്ക് അല്ലെങ്കിൽ നെഗറ്റീവിനെ കുറിച്ചൊന്നും, പിന്നെ എനിക്ക് തോന്നുന്നു നെഗറ്റീവിനെ കുറിച്ച് കൺസേൺ ചെയ്യണം. ഈ ലാസ്റ്റ് ടൈം നമ്മൾ നെഗറ്റീവിനെ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അല്ലേ. നെഗറ്റീവ് ഒന്ന് കുറയ്ക്കേണ്ട, എന്താണ് നെഗറ്റീവിന് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കണം. കാരണം ഒരു 5-6 എണ്ണത്തിന് മുകളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു 5 മോഡലുകൾക്ക് അതിനെ നിങ്ങളൊന്ന് പിടിച്ചു നിർത്തുക, നെഗറ്റീവ് വരാതെ നോക്കുക. അല്ലേ, അതിന് തീർച്ചയായിട്ടും ഒരു പാക്കേജ് കൊടുക്കണം. ഒരു കുട്ടികളോട് പറയുന്നത് അത് തന്നെയാണ്. ഒരു 3+ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ആകുന്നു എന്നുള്ളവര് ഡെഫിനറ്റ് ആയിട്ടും പിന്നെ ഒരു ലക്ക് പോലെ ചെയ്യരുത്. കാരണം നമ്മൾ ഒരു ക്വസ്റ്റനും വിടരുത്, എല്ലാ ക്വസ്റ്റനെയും അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു മാർക്ക് റേഞ്ചും അതിന് തീർച്ചയായിട്ടും ഇനി ഈ ലാസ്റ്റ് 2 വീക്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം നിങ്ങൾ നിൽക്കുന്ന മാർക്ക് റേഞ്ച് നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്നിട്ട് നിങ്ങളിപ്പോ ഒരു 610 ഒക്കെ സ്കോർ ചെയ്യുന്നു ഒരു കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് ഈ 610 നിന്ന് ഉള്ള നെഗറ്റീവും കൂടെ വരുത്തി താഴേക്ക് പോകരുത്. അപ്പൊ നമ്മുടെ ഒരു റേഞ്ച് പ്ലസ് ഒരു 3+ ക്വസ്റ്റ്യൻസ് എനിക്ക് നെഗറ്റീവ് വരുന്നു എന്ന് തോന്നിയാൽ ബുദ്ധിപരമായിട്ട് അതിനൊന്ന് സ്കിപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി കാണിക്കും. അത് കാരണം നമ്മൾ എപ്പോഴും അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു റേഞ്ചും നമ്മൾ അന്ന് അറ്റൻഡ് ചെയ്ത നമ്മുടെ ഒരു റേഞ്ച് മാത്രമല്ല, അന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് വെച്ചിട്ട് നമ്മൾ എവിടെ ആയിരിക്കും. ഇനി എനിക്ക് ഉറപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ ഞാൻ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണോ താഴേക്ക് വരാനുള്ള സാധ്യതയാണോ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആണോ ലൂസിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കിട്ടണം. അത് ഈ പറയുന്ന സമയം എടുത്ത് ഓക്കെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇത്ര മാർക്ക് ഞാൻ ഇത്ര അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊന്നും കണക്കൊന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുണ്ട്, അതിലെനിക്ക് പകുതിയോളം ക്വസ്റ്റ്യൻസ് ആയാലും ഓക്കെയാണ്. കാരണം ഞാൻ എലിമിനേഷൻ ഒക്കെ നടത്തി, ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. മറ്റത് തീരെ ബ്ലാങ്ക് ആണ്. അങ്ങനെ തീരെ ബ്ലാങ്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അന്ന് എഴുതിയ പരീക്ഷയുടെ ഒരു സ്കോറും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ചുമ്മാ വാരി വലിച്ച് കുത്തരുത്. 18, 20, 30 നെഗറ്റീവ് വരുത്തുന്ന ആൾക്കാർ ഇപ്പോഴും തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം ഇനി ഇപ്പോൾ ഇത്രയും നാളും അപ്പോൾ നിങ്ങൾ എന്താണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തെറ്റിച്ച് കഴിഞ്ഞാൽ അത് പഠിക്കും. അപ്പം ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നെഗറ്റീവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് തീരുമാനിക്കണം. കാരണം ഈസി ടു മോഡറേറ്റ് ലെവൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത്. നെഗറ്റീവ് ഏറ്റവും കൂടുതൽ വരുന്നത് തീർച്ചയായും. പക്ഷേ നമ്മുടെ ആ ഒരു കെയർലെസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതും അതാണ്. ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി ടഫാണ്, അപ്പൊ ഞാൻ കുറച്ചുകൂടെ നമ്മളൊരു കോൺഷ്യസ് കൺട്രോളിലാണ്. സിമ്പിൾ ആവുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് എഴുതാം. എന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഇത്തവണയും ഈ ചൊവ്വാഴ്ചയും അത് തന്നെ സംഭവിച്ചു. നോക്കൂ, നിങ്ങൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീർത്തിട്ടാണ് എനിക്ക് 610 കിട്ടിയുള്ളൂ അല്ലെ 650 കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുന്നത്. അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ 3 മണിക്കൂർ 180 മിനിറ്റ് വിനിയോഗിക്കേണ്ട സമയമായിരുന്നു അത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ ഇറങ്ങി പോകാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ വീട്ടുകാരെ നേരത്തെ കാണാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് പോകുന്നോ അങ്ങനെ എല്ലാം എൻ്റെ ഒരു വർഷത്തെ സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് പോട്ടെ ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. എന്തായാലും 3 hours അവിടെ തന്നെ ഇരുന്നേ പറ്റൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഹറിബറി കാണിക്കുന്നത്? കാരണം എല്ലാ ക്വസ്റ്റനും ഒരേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്ന ഈ സ്പീഡ് കൂട്ടുന്നത് അവസാനം എന്തോ വളരെ ടഫായിട്ടുള്ള കുറേ എണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചാണ് നമ്മൾ ഏറ്റവും എളുപ്പം കിട്ടുമായിരുന്ന 180 എണ്ണത്തിനെ കൊണ്ടുപോയി നെഗറ്റീവ് ആക്കുന്നത്. ദയവായിട്ട് ഏത് ലെവലുള്ള ക്വസ്റ്റൻ ആണെങ്കിലും അതിൻ്റെ അർഹതയായ പറഞ്ഞത് വളരെ ആപ്റ്റാണ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ വായിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എത്ര അറിയാന്നുള്ള ഒരു മനുഷ്യനായാലും ഫസ്റ്റ് റൗണ്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടണം എന്നില്ല. പക്ഷെ ഒറ്റ റൗണ്ട് വായിക്കുമ്പോൾ കിട്ടാത്തതല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് സമയം കൊടുത്താലേ കിട്ടൂ. അപ്പൊ ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അറിയാവുന്നത് കൊണ്ടുപോയി നെഗറ്റീവ് അടിക്കുവാണ്. അതിനെ നോക്കുന്ന പോലും ഓപ്ഷൻ പോലും വായിക്കുന്നില്ല. പല ആൾക്കാരും നമ്മൾ അടുത്ത് വന്നിട്ട് മിസ് ചെയ്ത് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ ഞാൻ കണ്ടില്ല. അപ്പൊ നമുക്കത് ഭയങ്കര വിഷമമാണ്. കാരണം ഇത്രയും എക്സാമുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ഇങ്ങനെയുള്ള തെറ്റുകൾ നമുക്കിപ്പോ ഒരു വളരെ കുറച്ചാണ്, പക്ഷെ അതുപോലും വളരെ കുറച്ച് പെർസെന്റേജേ ഉള്ളൂ. എന്നാൽ പോലും അവർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ പോലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും എക്സാമുകളിലൂടെ വേറെ ഒരിടത്തും നിങ്ങൾക്ക് ഇത്രയും ഒരു എക്സാം എക്സ്പോഷർ ഇല്ല. അപ്പൊ ഇത്രയും എക്സാമുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പോലും ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ അതിന് ഞാൻ സമയം കൂടുതൽ വെക്കണം. അപ്പൊ ആ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര മിനിറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഇത്രയും കൊടുക്കണ്ട, ഇങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2ാമത്തെ റൗണ്ട് വായനയിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടാന്ന് വെച്ച ക്വസ്റ്റ്യൻ വളരെ സമയം കുറച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ആദ്യത്തെ കുറച്ച് സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു Control എക്സാമിലേക്ക് വരാനായിട്ടൊരു മെന്റലായിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ശരിക്കും നമ്മുടെ ആ ഒരു റാങ്ക് നിശ്ചയിക്കുന്നത്. തീർച്ചയായും. ആ സമയത്ത് നമ്മൾ എത്രത്തോളം പാനിക് ആവുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആങ്ഷ്യസ് ആവുന്നു, എത്രത്തോളം എന്തൊക്കെയാണോ നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള അവേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ ഒരു അരമണിക്കൂറിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോൾ. അവിടെ നമ്മൾ ബ്രീത്ത് ഒക്കെ എടുത്തൊന്ന് ബ്രേക്ക് ചെയ്യാനും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു തൻ്റെ ഇടം, ഒരു ധൈര്യം അവിടെ കാണിക്കണം. തീർച്ചയായിട്ടും അതാണ് കാണിക്കേണ്ടത്. എനിക്കിതിപ്പോ ഒറ്റയടിക്ക് തന്നെ അയ്യോ പരീക്ഷ നല്ല പാടാണ്, എനിക്കിത് ഞാൻ കിട്ടത്തില്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഏതൊരു മനുഷ്യനാലും അത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് നമ്മൾ ഇരിക്കുവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മറിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾ സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കൂ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 11:30 മുതൽ നമ്മൾ എക്സാം സെൻറ്ററിൽ കയറുന്നത് മുതൽ ഏറ്റവും കാം ആവണം. അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിട്ട് അയ്യോ മറന്നുപോയി, ആ ചാപ്റ്റർ ഓർത്തു അയ്യോ അത് മറന്നു, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എത്രത്തോളം കാമായിട്ട് ആ സ്കൂളിൻ്റെ അന്തരീക്ഷവും ആ ക്ലാസ്സിൻ്റെ അന്തരീക്ഷവും ഒക്കെ ഒന്ന് മനസ്സിരുത്തി നിങ്ങൾ വളരെ കിട്ടുമെന്ന പ്രതീക്ഷയും നമുക്ക് വരുന്ന ക്വസ്റ്റ്യനെല്ലാം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ ആ ഇത്തരത്തിൽ നിന്ന് നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുകയും അതുപോലെ തന്നെ ഈവൻ 2 മണിക്ക് ചിലയിടത്തെങ്കിലും ഇപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് ക്വസ്റ്റ്യൻ തന്നില്ല, അല്ലെ പേന തന്നില്ല, അല്ലെ OMR തന്നില്ല, അല്ലെ സമയം 5 മിനിറ്റ് താമസിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ധൈര്യമാണ്. നിങ്ങൾ ആ തുടങ്ങേണ്ട സമയം നിങ്ങൾക്ക് എപ്പോൾ OMR കിട്ടുന്നോ, എപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നോ, എപ്പോൾ പേന കിട്ടുന്നോ ആ സമയം മുതൽ 5 മണി വരെയുള്ളതാണ് നിങ്ങളുടെ സമയം. 170 മിനിറ്റ് നമുക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആ 10 മിനിറ്റ് നമുക്ക് ആദ്യം പോയി, എന്തോ കാരണത്താൽ ബെല്ലടിക്കാൻ താമസിച്ചു അല്ലെ തരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് 10 മിനിറ്റ് പോയെന്നിരിക്കട്ടെ. ഇൻ കേസ് ഇത്തവണ പോവില്ല, വളരെ ട്രെയിൻഡാണ് എങ്കിൽ പോലും അവിടെ നമ്മൾ കാണിക്കേണ്ട ആ ധൈര്യം എന്ന് പറയുന്നത് ആ 10 മിനിറ്റ് പോയാലും 170 മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഈ OMRൽ എത്രത്തോളം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. അപ്പം ആ ധൈര്യം നിങ്ങളെല്ലാവരും ദയവായിട്ട് കാണിക്കണം. അല്ലാതെ 10 മിനിറ്റ് താമസിച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനം ആരും 10 മിനിറ്റ് കൂടുതൽ തരാനായിട്ട് പോകുന്നില്ല എന്നുള്ളത്. 10 മിനിറ്റ് താമസിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ഓരോ നിമിഷവും 10 എന്ന് പറയുന്ന 11, 12, 13 ആയിട്ട് പോവാണ്. അതാണ് നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇത്തവണ ഉണ്ടാവില്ല. 2 മണിക്ക് നമ്മൾ എക്സാം തുടങ്ങുന്നു, നോർമലായിട്ടൊരു എക്സാം എഴുതുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ധൈര്യം, ഒരു തൻ്റെ ഇടം നിങ്ങൾ ഈ എക്സാമിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 15 ഡേയ്സിൻ്റെ ഈ ഒരു പ്ലാനിൽ പലരും ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്. കാരണം ധാരാളം ക്വസ്റ്റ്യനുകൾ എഴുതുന്നുണ്ടായിരുന്നു, റിവിഷൻ ഉണ്ടായിരുന്നു, ഷോർട്ട് നോട്ട് ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ എയിംസിൽ പോയാണെങ്കിലും ജിമ്മറിൽ പോയപ്പോഴും അല്ലെങ്കിൽ AFMCയിൽ പോയപ്പോഴൊക്കെ കുട്ടികൾ പറഞ്ഞത് ഓവറോൾ കാരണം പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പാറ്റേണൊക്കെ നമുക്ക് മനസ്സിലായി, ആ പ്രാക്ടീസായി. ഇനി അവനവൻ എന്താണോ അവനവൻ്റെ പാക്കേജ് അല്ലേ അതിനനുസരിച്ച് നമ്മൾ അതെന്താണ് ഈ ലാസ്റ്റ് 15 ഡേയ്സ്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ബയോളജിയൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ഒരു വട്ടമെങ്കിലും ആ ടെക്സ്റ്റിലൂടെ കടന്നു പോകണം. കാരണം ഇത്രയും കണ്ടന്റുകൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കടന്നു പോകണം എന്ന് പറയുമ്പോൾ ഓരോ സെന്റൻസും ഈ പറയുന്ന പോലെ മൊത്തത്തിൽ 81 ചാപ്റ്റേഴ്സ് നമുക്ക് ഓരോ സെന്റൻസും ഇനി ഇരുന്ന് വായിച്ച് ഇൻഡെപ്തിലൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മളൊരു പേജ് മറിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് കണ്ടന്റ്, അറ്റ് എ ഗ്ലാൻസ് എനിക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് വരണം. അത് നിങ്ങൾ ഇത്രയും പ്രാവശ്യം NCERT വായിച്ച് കടന്നു പോയവരാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഓക്കെ ഈ പേജിൽ ഇന്ന സാധനങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ഒന്ന് കൺഫേം ചെയ്ത് ഒന്നുകൂടെ മറിക്കുന്നു. ഒരു ഫിഗർ ഉണ്ട്, അല്ലെങ്കിൽ ഫിഗർ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പെടും. ആ ഫിഗർ ഉണ്ട്, അതെന്താണ്, ആ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മറിക്കുകയാണ്. പക്ഷെ മറിക്കുമ്പോഴും ആ പേജിൽ അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എന്താണ് കണ്ടന്റ് ഉള്ളതെന്ന് നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഒരു പക്ഷെ അങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നുമ്പോൾ അയ്യോ ഇവിടെ എന്തായിരുന്നു, ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ മറന്നുപോയല്ലോ എന്ന് തോന്നൽ വരുമ്പോൾ അവിടെ ഒന്ന് വായിച്ച് കടന്നു പോകണം. പിന്നെ ഇവിടെയാണ് എപ്പോഴും പറയുന്ന പോലെ ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട. നിങ്ങൾ നേരത്തെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ആയിരിക്കും, ആ പ്ലാൻ നടപ്പാക്കേണ്ട സമയം. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചവരാണെങ്കിൽ അത് വായിക്കാം. ചില ആൾക്കാർ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടുകളായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചാർട്ടുകളൊക്കെ ഒന്ന് ഡെയിലി ഒന്ന് മറിച്ച് നോക്കാനും അത് വായിക്കാം. ഫോർമുല ബുക്ക് ഉള്ളവർ അത് നോക്കാം. ഇനി ഇതൊന്നും കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇൻ ആൻഡ് അറൗണ്ട് മറിച്ച് നോക്കുക. ഇൻ ആൻഡ് അറൗണ്ട് എന്നേ പറയുള്ളൂ. കാരണം ഇൻഡെപ്തിൽ ഓരോ സെന്റൻസും വായിച്ച് നോക്കാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും എല്ലാത്തിലൂടെയും നിങ്ങളൊന്ന് കണ്ണോടിച്ച് കടന്നു പോകണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ എക്സാം പാറ്റേണിന്റെ അതേ ഇതിൽ ടൈം മാനേജ് ചെയ്ത് OMR കറക്റ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ നേരെയും അപ്പോഴപ്പോഴും ബബിൾ ചെയ്ത് എങ്ങനെയാണോ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. ബാക്കി
എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിൽ അവിടെ എടുക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് കുറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം. ഇപ്പൊ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുക്കുന്നു, അത് അത്യാവശ്യം എനിക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എഴുതും. അത്രയും കോൺഫിഡന്റ് ആണ് നിങ്ങൾ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പിന്നെ വീണ്ടും അതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുമ്പോൾ അത്രയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ ആണ്, ഒരു 95 ഒക്കെ ഉള്ളൂ, 95% ഓക്കെ ആണ്, പക്ഷെ ഒരു 5% എവിടെയൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കണം. ഇത് ഓരോരുത്തർക്കും അവരവരുടെ തീർച്ചയായിട്ടും അവരുടെ ഉപബോധ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ ഏതോ ഒരു സൈഡിൽ വീക്കാണ്, അല്ലെങ്കിൽ എനിക്ക് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള അതെന്താണോ ആ പ്ലാൻ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് 15 ഡേയ്സിൻ്റെ പ്ലാൻ. ഓവറോൾ എന്താണെങ്കിലും നിങ്ങൾ മറിച്ച് നോക്കിയിരിക്കണം. കണ്ട സാധനങ്ങളെ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണാനുള്ള ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ എപ്പോഴും തെറ്റുന്നതിനെയും നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നതിനെയും കുറിച്ച് മാത്രം ബോധേഡായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അറിയാന്നുള്ള ഒരു സാധനം വിട്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അറിയാന്നുള്ള സാധനവും എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം അതിലൂടെ ഒന്ന് ഈ പറയുന്ന പോലെ ഫോർമുല ബുക്ക് വായിക്കുകയോ ബ്രെയിൻ പോയിന്റർ വായിക്കുകയോ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി അറിയാമെന്നുള്ളതിനെ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് ഉറപ്പിച്ചു വെക്കുകയും നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും വേണം. അതുപോലെ നമ്മളിപ്പം 22 ലക്ഷം പേര് ഓടി പരിശീലിക്കുകയാണ്. നമ്മളൊരു മാരത്തോൺ മനസ്സിലാക്കുകയാണെങ്കിൽ അവസാന ലാപ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പം 700 നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ആളാണെങ്കിൽ ഇനി എനിക്ക് മുമ്പിൽ 100 പേരാണ് ഓടുന്നത്. ഞാൻ 100 പേരിൽ ആദ്യത്തെ 50 പേരെ തോപ്പിച്ചാൽ എനിക്ക് എയിംസ് ഡൽഹി എത്താം. പക്ഷേ അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്, കാരണം ഏറ്റവും ടോപ്പായിട്ടുള്ള 100 പേരാണ് ഓടുന്നത്. നമ്മൾ 650 ഓടുന്നതെങ്കിലോ എനിക്ക് മുമ്പിൽ ഒരു 15,000 പേരുണ്ട്, അല്ലെങ്കിൽ 20,000 പേരുണ്ട്. അവരിൽ ഞാൻ എത്ര പേരെ തോപ്പിച്ചാലാണ് എനിക്ക് കേരളത്തിലൊരു ടോപ്പ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എയിംസിൻ്റെ ഒരു കോളേജ് കിട്ടുന്നത്? ആദ്യത്തെ 4000-ലെത്തിയാലാണ് നമുക്ക് എയിംസിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. 600-ലാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ 25,000 പേരുണ്ട്, 30,000 പേരുണ്ട്. എത്രത്തോളം പേരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും? 500 നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ 1,00,000 പേരാണ് ഓടുന്നത്. നിങ്ങൾക്ക് അത് 25,000-ലോട്ട് എത്തണം ഗവൺമെൻറ് സീറ്റിൽ വരണമെങ്കിൽ. അപ്പം ആ എഫേർട്ട് അതിൽ ഇപ്പോൾ ഈ 1,00,000-ൽ നിന്ന് നിങ്ങൾക്ക് 50,000-ലോട്ട് എത്താൻ കുറച്ച് ഒന്ന് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഓടി എത്തി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എത്രത്തോളം സ്പീഡിലാണെന്നുള്ളത് ഇപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. തുടങ്ങിയപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെ എന്തൊക്കെയാണെന്ന്. പക്ഷെ ഇപ്പം നമുക്ക് അറിയാം ഒരുപാട് പേര് ഇടയ്ക്ക് എവിടെയോ മിസ്സിംഗ് ആണ്. കുറേ പേര് നിങ്ങളുടെ ഒപ്പം തന്നെ ഓടുന്നു, കുറേ പേര് നിങ്ങൾക്ക് മുന്നിൽ ഓടുന്നു. ഇതിൽ നിങ്ങൾ ഇനി എത്ര പേരാണ് മുന്നിലുള്ളത്, അല്ലെങ്കിൽ എത്ര വേഗമാണ് ഞാൻ, ഇനി എത്രത്തോളം വേഗത്തിൽ പോയാൽ എനിക്ക് അവിടെ എത്താൻ പറ്റുന്ന ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഇഫേർട്ടാണ് ഇനിയുള്ള 15 ദിവസം. അതിൽ നമുക്ക് തിരിഞ്ഞു നോക്കാനൊന്നുമില്ല, കാരണം ഇത് നമ്മളുടെ ഡെസ്റ്റിനേഷനാണ്. നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം നമ്മൾ കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ നമ്മളെ റാങ്കോ നമുക്ക് മുമ്പിലുള്ളതോ മറ്റൊരു കൺസേണും ഇല്ല. 100% അല്ലെങ്കിൽ 100-ൽ ഓടുക എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൊതിച്ചു പാഞ്ഞ് ഇടുക. അതിന് തന്നെയാണ് 720 എന്ന് പറയുന്നത്. നമ്മൾ ആർജിച്ച കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് ഇടേണ്ട 15 ദിവസമാണ് ഈ മെയ് 4-ന് മുമ്പുള്ള ദിവസം എന്ന് പറയുന്നത്. അത് വളരെ പ്രാധാന്യമാണ്. അവിടെ ഞാൻ പറഞ്ഞൊരു വാക്ക് ആരോഗ്യം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇനി നമ്മൾ റെസ്റ്റ് എടുത്ത്, കാരണം ഈ രാത്രിയിൽ ഉറക്കമൊക്കെ പലർക്കും കുറയുന്ന സമയമാണ്. 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഉറങ്ങിയ ആൾക്കാർ ഇപ്പൊ 2 മണിക്കൂർ 3 മണിക്കൂറിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അതൊരിക്കലും വേണ്ട. പേരൻസ് ശ്രദ്ധിക്കണം. അത് ഒരിക്കലും നിനക്ക് കുറച്ച് നേരം കൂടെ ഉണർന്നിരുന്ന് പഠിച്ചാൽ എന്താ എന്ന് ചോദിക്കരുത്. കാരണം നമുക്ക് സിസ്റ്റത്തിന് കിട്ടേണ്ട അത്രയും ആരോഗ്യം, ആ ഒരു ദിവസം ഒരു ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മുടെ സിസ്റ്റം തീർച്ചയായിട്ടും അത് നമ്മളെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത്, അത് എത്രത്തോളം സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ വീണ്ടും പറയുകയാണ് 180 ചോദ്യങ്ങൾ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഇനി 15 ദിവസമല്ലേ ഉള്ളൂ, ഈ 15 ദിവസം ഉറങ്ങാതിരുന്ന് പഠിച്ചേക്കാം, അല്ലെങ്കിൽ ഈ 15 ദിവസം കഴിക്കുന്ന സമയം കൂടെ ഞാൻ പഠിച്ചേക്കാം, ഈ 15 ദിവസം എന്നെ കൊണ്ട് പറ്റാത്തൊരു വർക്ക്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വലിയൊരു കല്ലെടുത്ത് തലയിൽ വെക്കുവാണ്, എന്ത് പറ്റും? കഴുത്തൊടിഞ്ഞ് നമ്മൾ വീണു പോകും. അത് അങ്ങനെ വീണാൽ പിന്നെ നമുക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റൂല. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എഫേർട്ട് ഇടണം എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണ്. അത് ചിലപ്പോൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് വളരെ കുറവാണ്, ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ മാക്സിമം ആണ് നിങ്ങൾ ഇടേണ്ടത്. അതിനപ്പുറം ഒരിക്കലും മറ്റൊരാളിനെ കണ്ടിട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ റൂംമേറ്റ് ആ കുട്ടിക്ക് ചിലപ്പോൾ വളരെ ചെറുതിലെ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ അത്ര സ്ലീപ്പ് ഹവേഴ്സ് വേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര വേറെ ഡിഫറെന്റ് രീതിയിലാണല്ലോ ഓരോരുത്തരും വരുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടോ നിങ്ങൾ ഒരു ആവശ്യമില്ലാത്ത ഒരു തരത്തിലും 2 സൈഡിലും നോക്കാനാവില്ല, മുമ്പിലും പിൻപിലും നോക്കാൻ
നോക്കാനാവില്ല, നമുക്ക് 100 ഓടിയേ പറ്റുള്ളൂ. അപ്പം അവിടെ ആരോഗ്യമെന്ന് പറയുന്നത്, കാരണം നമ്മൾ ഒരിക്കൽ കൂടി പറയണം, 180 ചോദ്യങ്ങളിൽ 150 ചോദ്യങ്ങളും വളരെ ഡയറക്റ്റ് കൺസെപ്റ്റ് ബേസ്ഡ് സിംഗിൾ സെൻറ്റൻസിലുള്ള ചോദ്യങ്ങളായിരിക്കും. അവിടെ നമ്മൾ നെഗറ്റീവ് ഇല്ലാതെ മാക്സിമം ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്ലാൻ. അത് നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആരോഗ്യം, നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് എത്രത്തോളം ഹെൽത്തി ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ദിവസവും മെയ് 4-ാം തീയതി നിങ്ങൾ എങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ റെസ്റ്റ് എടുത്ത് അതുപോലെ ആരോഗ്യത്തെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഓരോ ദിവസവും നിങ്ങൾക്ക് കടന്നു പോകാൻ. കാരണം 3-ാം തീയതി ഞാൻ മൊത്തം കിടന്ന് ഉറങ്ങിയിട്ട് 4-ാം തീയതി പോയേക്കുന്നത് ഒരിക്കലും നടപ്പാവില്ല. കാരണം അത് നിങ്ങൾ തന്നെ ആലോചിച്ചു, അത്രയും സമയം നമുക്ക് അങ്ങനെ പഠിച്ചിട്ട് 3-ാം തീയതി ഉറങ്ങാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തുമില്ല. ആ ഒരു ദിവസം ഉറങ്ങാതിരിക്കുകയും ചെയ്യരുത്. നമുക്ക് അതൊരു എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം ആയിരിക്കണം 4-ാം തീയതി നമ്മളെ സംബന്ധിച്ച്. കാരണം ഇനി വരുന്ന 15 ദിവസം, ഈ 15 ദിവസവും എത്രത്തോളം എഫേർട്ട് നിങ്ങൾ പകലിടുന്നുണ്ടോ, രാത്രി എത്രത്തോളം സമയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് 4-ാം തീയതിയും കടന്നു പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും ഉറക്കവും നിങ്ങളുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ കളഞ്ഞിട്ട് ഒരു എഫേർട്ട് ഇട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു എഫേർട്ട് ഇട്ടിട്ട് ആരോഗ്യം നശിപ്പിച്ച് പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട്. ആൻഡ് ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാലിബറിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി, ഡെഫിനറ്റ് ആയിട്ട് എന്താണോ അത് അച്ചീവ് ചെയ്യാം. തീർച്ചയായിട്ടും അത് അടിവരായിട്ട് പറയേണ്ട, കാരണം വളരെ ഈസി ആയിട്ട് നടക്കുന്ന, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻസിനും ഒരു കാൻഡിഡേറ്റിനും ഉണ്ടാകാത്ത രീതിയിൽ വളരെ നോർമൽ പ്രോസസ്സിൽ നടക്കുന്ന ഒരു നീറ്റ് 2025 ആയിരിക്കും മെയ് 4-ാം തീയതി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും എക്സാം ഹാളോ എക്സാം അറ്റ്മോസ്ഫിയറോ ക്വസ്റ്റ്യൻസോ അതൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാകുന്നില്ല. നമ്മൾ 11:30 എക്സാം സെൻറ്ററിൽ ചെല്ലുന്നു, അറൗണ്ട് 1:30 മുമ്പ് നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്നു. അവിടെ നമ്മുടെ റോൾ നമ്പർ അനുസരിച്ച് നമ്മൾ ഇരിക്കുന്നു. 1:45 നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുന്നു. 2 to 5 വരെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാനുള്ള എല്ലാവിധ അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. വളരെ എല്ലാ ദിവസത്തെ പോലെ സാധാരണ ഒരു ദിവസം മെയ് 4-ാം തീയതിയും. പക്ഷേ ആരോഗ്യവും നമ്മളുടെ എഫേർട്ടിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവെല്ലാം നമുക്കുണ്ടാവണം. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലാസ്റ്റ് 15 ഡേയ്സിൽ പാലിക്കണം. അപ്പം ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരുത്തർക്കും ഐഡിയ ഉണ്ട്. ഇപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, കഴിഞ്ഞ പ്രീവിയസ് ടോപ്പായിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർക്കറിയാം അവരുടേതായിട്ടുള്ള പ്ലാനുകളാണ് ലാസ്റ്റ് 15 ഡേയ്സിൽ വർക്കൗട്ട് ചെയ്തത്. ഓവറോൾ നിങ്ങൾ നോക്കിയിരിക്കണം. അത് ടീച്ചർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന വളരെ എളുപ്പമെന്ന് വിചാരിക്കുക നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടാതെ പോകുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയണം. അതിനാണ് പല രീതിയിലുള്ള മോഡലുകൾ ഇട്ടത് നമ്മൾ പറഞ്ഞു അല്ലേ. സെൻറ്റൻസ് ബേസ്ഡും സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ഒക്കെ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇനി വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഏതാണ്ട് ഒരേപോലെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഒരേ ഗ്രാഫിക്കൽ മെത്തേഡും ആയിരിക്കും. കാരണം മാർക്കിംഗ് സ്കീമൊക്കെ ഒരേപോലെ വരാനുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ മോഡലുകൾ വരുന്നത്. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് OMR പ്രാക്ടീസ് ചെയ്യേണ്ട ഡെഫിനറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള അവസരങ്ങളുണ്ട്. ഓഫ്ലൈൻ സെന്റേഴ്സിൽ പോയി നിങ്ങൾക്ക് എഴുതാം. ഇനി അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് ഒരു OMR ഈ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് OMRൽ എഴുതണം. അതുപോലെ തീർച്ചയായിട്ടും പ്രിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 10 സെറ്റോളം ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് 15 ദിവസമേ ഉള്ളെങ്കിൽ പോലും ഓരോ മോഡലുകൾ എഴുതി പ്രാക്ടീസ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ഇനി ഇപ്പോഴും ഒരു 300 നിൽക്കുന്ന കുട്ടിയാണ്, ഞാൻ എത്ര ആയാലും 300 ആണ് നിൽക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ ലെവലിൽ നിൽക്കുന്ന കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞല്ലോ ഈ 180 ചോദ്യങ്ങളെ 180-ൽ 150 എണ്ണത്തിനെ നിങ്ങളുടെ കൺവേർട്ട് ചെയ്യുന്നത് കിട്ടും. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ഡയറക്റ്റ് ആയിട്ടുള്ള ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയോ 2 കുട്ടിയല്ല. നേരത്തെ ആണെങ്കിൽ നമ്മളിപ്പോ APMD എയിംസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ഈസി ആയിരിക്കും. APMD എയിംസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ലെവൽ ഇതിപ്പോ എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ, അതായത് എല്ലാ കുട്ടികളും ഒരേ കാലിബർ ഉള്ളവരല്ല. ഇത് എല്ലാവർക്കും പല സിലബസ് പല കാലിബർ ഉള്ള കുട്ടികൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈഫൈ ലെവലിൽ UPSC സ്റ്റൈലിൽ ഒരു സിവിൽ സർവന്റിന് കൊടുക്കുന്ന ഒരു എക്സാം പാറ്റേണിലൊന്നും എന്തായാലും, പ്രത്യേകിച്ചും UG ലെവലിലേക്കുള്ള ഒരു പരീക്ഷയാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് +2-മാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ +2 ലെവലിലുള്ള ഒരു കുട്ടിക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതേ ലെവലിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷെ എന്ന് പറയുമ്പോഴും നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വേണം. അവിടെയാണ് സാറി പറഞ്ഞ ഒരു 30 ക്വസ്റ്റ്യന്റെ ഒരു ഇതിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളെ ഉണ്ടാവൂ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക.
പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരിക്കുക. എത്ര അറിയാമെങ്കിലും അതൊന്ന് ഓടിച്ചു പോയി ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അറിഞ്ഞുകൂടാത്തത് വീണ്ടും വീണ്ടും അത് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. കമ്പൽസറി ആയിട്ട് ടൈം മാനേജ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. എഴുതുന്നത് OMR തന്നെ എഴുതുക. പരീക്ഷാ ഹാൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതി പഠിക്കുക. പിന്നെ എക്സ്ട്രാ ഇഫേർട്ട് ഇടണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫിസിക്കിനനുസരിച്ചുള്ള എക്സ്ട്രാ ഇഫേർട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് 100% എടുക്കാൻ പറ്റുന്നിടത്ത് നിങ്ങൾ 90 എടുത്തിട്ടുള്ളെങ്കിൽ അതാണ് 100 ആക്കാൻ പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കുട്ടിയുമായിട്ടോ ഫ്രണ്ടുമായിട്ടോ റൂംമേറ്റുമായിട്ടോ ക്ലാസ്മേറ്റുമായിട്ടോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കമ്പാരിസണോ മാർക്ക് അനാലിസിസിനോ ഇനി പോകണ്ട. എല്ലാവരും തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇനിയുള്ള 15 ദിവസം ഇരുന്നാൽ മതി. വീണ്ടും തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കാണാനായിട്ട് ഇനി അവസരം ഉണ്ടാവും. അതിനുശേഷവും മെയ് 4-ാം തീയതിക്ക് ശേഷവും നമ്മള് ശ്രീനന്ദ് ശർമ്മളുമായിട്ട് എയിംസിൽ നിന്ന് ഞങ്ങള് ശിവൻ സാറും ഞാനും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോ ഈ വർഷം ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ഇന്ന് വൈൻഡപ്പ് അല്ലെങ്കിൽ പോലും വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് 720-കാരെ അടുത്തിരുത്തി ഒരു എപ്പിസോഡ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യണം എന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അത് തന്നെ. അതിന് കാലിബറുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് ക്യാമ്പസിലുണ്ട്. അതിന് നിങ്ങൾ ആ ഒരു എഫേർട്ട് കൃത്യമായിട്ട് എടുക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.